ഹലോ. അപ്പം ഇന്ന് സിമ്പിളായിട്ടുള്ള സ്റ്റേബിളിൻ്റെ ഗർബർ ഫയലും അതിൻ്റെ PCBയും എങ്ങനെയാന്ന് നോക്കാം. ഇവിടെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡബിൾ ലെയർ, 2 ലെയർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഡിഫോൾട്ടൊക്കെ ആണെങ്കിൽ 2 ലെയർ ആവും. ഇപ്പോൾ സിംഗിൾ ലെയറൊക്കെ ആണെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിംഗിൾ ലെയർ എടുക്കുക, ജനറിക് സിംഗിൾ ലെയർ. അല്ലെങ്കിൽ ഡിഫോൾട്ട് കൊടുത്ത് വിട്ടാൽ മതി, 2 ലെയർ ഉണ്ടാവും. അപ്പോൾ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ് സർക്യൂട്ട്. അപ്പോൾ ഇതേമാതിരി നമ്മൾ ഇതിൽ പോയിട്ട് ഉണ്ടാക്കുക, സ്കീമാറ്റിക് പോവുക, കമ്പോണൻസ് ഒക്കെ സെലക്ട് ചെയ്യുക. ഫസ്റ്റ് റെസിസ്റ്റർ മെറ്റൽ ഫിലിം ആയിരിക്കും ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ചെറിയ സൈസിൽ നമുക്ക് കിട്ടും, ഏറ്റവും ചെറിയത് കിട്ടും നമുക്ക്. ഈ 10 വാട്ടിൻ്റെ ഒക്കെ എടുക്കുമ്പോൾ സൈസ് കൂടും. ഇപ്പോൾ ഇത് 0.4 ഇതൊക്കെ എടുക്കുമ്പോൾ 1.8 ഒക്കെ ആയി. ഇപ്പോൾ ഏറ്റവും ചെറുതെന്ന് പറഞ്ഞാൽ മെറ്റൽ ഫിലിം തന്നെ ഏറ്റവും ചെറുത്. അപ്പോൾ ഏതെങ്കിലും മെറ്റൽ ഫിലിമിൻ്റെ ഏതെങ്കിലും ഒരെണ്ണം എടുക്കുക. ഇനി കപ്പാസിറ്റർ സെറാമിക് ഡിസ്ക്കാണ് ഏറ്റവും ചെറിയത്. സെറാമിക് ഇതും ചെറിയതാണ്. സെറാമിക് 0.2, 0.1, 0.2, 0.1. സെറാമിക്കാണ് ഏറ്റവും ചെറുത് വരുന്നത്. ഏതെങ്കിലും കപ്പാസിറ്റർ എടുക്കുക. ട്രാൻസിസ്റ്റർ ഇവിടെ പറഞ്ഞത് 548 ആവും മിക്കവാറും. BC ഇനി വേണ്ടത്, ഇനിയൊന്നും വേണ്ടല്ലോ. ഇനി സർക്യൂട്ട് ജസ്റ്റ് ഉണ്ടാക്കി തുടങ്ങാം. ഇവിടെ നമ്മൾ വെക്കണേന് കുഴപ്പമൊന്നുമില്ല, വലുതാക്കി വെച്ചാലും സീനൊന്നുമില്ല. PCBയിൽ മാത്രം ചെറുതാക്കി വെച്ചാൽ മതി. ഇവിടെ എത്ര വലുതായാലും കുഴപ്പമില്ല. ഈ കണക്ഷൻ ഇത് വരയ്ക്കുക.
നീ ഇതില് വാല്യൂസ് ഒന്നും പറഞ്ഞിട്ടില്ലേ? സർക്യൂട്ടിൽ മിക്കവാറും വാല്യൂ തരുന്നുണ്ടാവായിരിക്കും. അപ്പോ അങ്ങനെ വെച്ചാൽ മതി. സർക്യൂട്ടിൽ തരണമെങ്കിൽ ആ സർക്യൂട്ടിലത്തെ വാല്യൂ വെച്ചാൽ മതി. അല്ലെങ്കിൽ ഏതെങ്കിലും വെച്ച് കൊടുത്തോ. വിഷയമില്ലേ? ഈ VCC കൊടുക്കണം. റൗണ്ട് DC കൊടുക്കുക. DC ഇതില് ഒന്നും പറഞ്ഞിട്ടില്ലേ? VCC എന്നാ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ VCC നോക്കാനുള്ള ഇവിടെ ഒരു ഔട്ട്പുട്ടിന് എന്ത് സാധനം എടുക്കുക. ഈ സംഭവത്തിന്റെ ഇത് മാറ്റാൻ പറ്റും. ഇവിടെ സൈഡില് അങ്ങനൊരു വട്ടത്തിലുള്ള തന്നെ ഉണ്ടായിരുന്നു. ഡിഫോൾട്ടാണ്. ഇത് റീനെയിം ചെയ്താൽ മതി. ഇവിടെ പേരടിച്ചെടുക്കുക. വൺ അപ്പോൾ ഇത് കഴിഞ്ഞു. എന്തായാലും ഇനി ഔട്ട്പുട്ട് വെച്ചു, എല്ലാം വെച്ചു. ഇത് ഇനി PCBയിൽ പോവുക. ഫസ്റ്റ് തന്നെ ബോർഡ് എഡ്ജ് വരയ്ക്കുക. ബോർഡ് എഡ്ജ് എടുക്കുക. ഈ റെക്റ്റാങ്കിൾ എടുക്കുക. ബോർഡ് എഡ്ജാണെന്ന് നോക്കണം. എന്നിട്ട് ചെറിയൊരു ബോർഡ് വരയ്ക്കുക. ഏറ്റവും ചെറുത് വരയ്ക്കാൻ പറ്റുന്ന അത്ര ചെറുത് വരയ്ക്കുക. ഇനി സ്ക്രൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഹോളിടുക. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ 200 M3 ആണെന്നുണ്ട്. ഇതാ സൈസ്. അതുകൊണ്ട് വയ്ക്കുക. അങ്ങനെ ഇങ്ങനെ ചോപ്പ ലൈൻ വരണമെങ്കിൽ ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. നീക്കി വെച്ചാൽ മതി. ഇനി അവർ പറയണ അനുസരിച്ച് എല്ലാതും ഇങ്ങനെ കൊണ്ട് ഓട്ടോമാറ്റിക്കലി കൊണ്ട് വെക്കണം എന്നൊക്കെയാ. ഓട്ടോ പ്ലേസർ അടിച്ചോ, വിഷയമൊന്നുമില്ല. നമുക്ക് ഇത്ര സ്പേസ് മതി എന്തായാലും. അപ്പോൾ ബോർഡ് ഇത്ര വലിപ്പം കൂടില്ല. അപ്പോൾ ഒന്നുകൂടി ചെറുതാക്കിയപ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക.
ഏയ് അതായത് ഇത് രണ്ടും കൊണ്ട് നമ്മളെ കണ്ടുപിടിക്കുക. ഇനി ഓട്ടോ റൂട്ട് അടിക്കുക, ബിഗിൻ റൂട്ടിങ്. ഇപ്പോൾ ഓക്കെ ഉണ്ട് ഏതാണ്ട്. ഇനി മാക്സിമം ചെറുതാക്കാൻ നോക്കുക. അപ്പോൾ ഇവിടെ കുറച്ചും കൂടി സ്പേസ് ഉണ്ട്. ഇത് കുറച്ചും കൂടി ഇങ്ങോട്ട് താഴത്തേക്ക് പോരാൻ പറ്റും. അപ്പോൾ കൺട്രോൾ സെറ്റ് അടിച്ച് കഴിഞ്ഞാൽ ഓട്ടോ റൂട്ട് പോവും. മൈനസ് അടിച്ചിട്ട് ഈ സൈഡിലേക്ക് വയ്ക്കാം. വേണമെങ്കിൽ മൈനസ് അടിക്കാൻ വയ്ക്കാം. ഈ 2 ലെയർ ആവുമ്പോൾ സുഖ ചെറിയ സ്പേസിൽ തന്നെ കുഴപ്പമില്ലാണ്ട് ചെയ്യാം. സിംഗിൾ ലെയർ ആകുമ്പോൾ കുറച്ചും കൂടിയും ഒരു ലെയറിലുള്ളൂ. അപ്പോൾ കുറച്ചും കൂടിയും സ്പേസ് ഇട്ട് വയ്ക്കേണ്ടി വരും നമ്മൾ. ഇപ്പോൾ ഇത്ര സ്പേസ് നമുക്ക് ഫ്രീ കിട്ടി. ഈ സ്പേസ് നമുക്ക് ഫ്രീ കിട്ടി. അപ്പോൾ ഇതൊന്ന് താത്തി കൂടി വെച്ചാൽ ഇനി ചെറുതാക്കാൻ പറ്റില്ലല്ലോ. ഇവിടെ പേരടിക്കാം നമുക്ക്. സെലക്ട് ചെയ്യാം. ഇത്ര ഇതിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ചെറുതാക്കാനൊക്കെ പറ്റും. ഈ പോയിന്റില് ഈ പോയിന്റ് ഇത് ഇങ്ങോട്ട് താഴത്തേക്ക് കൊടുത്ത് വയ്ക്കാം. ഇത് മൈനസ് അടിച്ചിട്ട് സൈഡിലേക്ക് വയ്ക്കാം. മാക്സിമം ചെറുതാക്കാനുള്ള ഇത് നോക്കുക. അത്ര തന്നെ ഉള്ളൂ, വേറെ ഇതായിട്ടൊന്നും ഇല്ല. ഇവിടെ നിന്ന് ഇങ്ങോട്ട് കണക്ഷൻ എത്തിയിട്ടില്ല. ഒന്നുകൂടി ഒന്നോ രണ്ടോ തവണ ചെയ്യുമ്പോൾ ചിലപ്പോൾ സെറ്റാവും. കണ്ട ഇപ്പം സെറ്റായി. നേരത്തെ ആയിരുന്നില്ലല്ലോ. ഇതിപ്പോൾ കുഴപ്പമില്ല. ഈ പോയിന്റ് വന്നത് ഇവിടെ നോക്കി കഴിഞ്ഞാൽ അറിയാം. DRC എറർ വായിച്ചു നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. പാഡ് ട്രേസ്, റെസിസ്റ്റൻസ് ട്രേസ്, അതിൻ്റെ അളവ് ഇച്ചിരി കുറച്ചാൽ മതി. ഡിസൈൻ റൂളിൽ പോവാൻ ഈ പാഡ് ക്ലിയറൻസ് ഒന്ന് ജസ്റ്റ് കുറയ്ക്കുക. 2 3 കുറയ്ക്കുക. അല്ലാതെ വെച്ച് 2 കുറച്ചോ എന്നിട്ട് കടിക്കുക. ആയിട്ടില്ല, ഒന്നുകൂടി കുറയ്ക്കുക.
ഇതില് പവറും ഇതും കൊടുക്കണം ശരിക്ക്. പവറിന്റെ ആ ഇത് പറഞ്ഞില്ലേ, ഇതില് T25 അല്ല 1450 അല്ല, സിഗ്നല് 50. അത് കൊടുക്കണായിരുന്നു ചെയ്യാൻ മുന്നേ കൊടുക്കണത്. ഈ സംഭവമൊക്കെ ആവശ്യമില്ല. ചെറിയത് ഇവിടെ നിന്ന് കണക്ഷൻ ഉണ്ട്. ഇപ്പൊ കണക്ഷൻ ആയില്ല എനിക്ക്. അപ്പോ നമുക്കിങ്ങനെ ഡ്രോ ചെയ്യാം. ബോട്ടം കോപ്പറിന് പകരം ടോപ്പ് കോപ്പർ ഇട്ട് നോക്കാം. ബോട്ടം കോപ്പറിലായില്ലെങ്കിൽ ചിലപ്പോൾ ടോപ്പ് കോപ്പറിലാവും. അപ്പോൾ അത് മാറിയിട്ടുണ്ട്, എററും പോയി. ഇവിടെ വേണമെങ്കിൽ നമുക്ക് പേര് എഴുതാം. സൈഡിൽ പേര് എഴുതാൻ ടെക്സ്റ്റ് എടുക്കുക, അടിക്കുക, അവിടെ പേരടിക്കുക. സ്റ്റേബിൾ ക്ലിക്ക് ചെയ്തിട്ട് സൈഡിലേക്ക് ആക്കിയാൽ മതി. അപ്പോൾ ഇതില് നമ്മുടെ പേര് കൊള്ളില്ല. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഹൈറ്റും വിഡ്ത്തും ഉണ്ട്. ഹൈറ്റ് കുറയ്ക്കേണ്ട, വിഡ്ത്ത് ജസ്റ്റ് ഒന്ന് കുറച്ച് കൊടുക്കുക. ഇപ്പോൾ വിഡ്ത്ത് ഭയങ്കരമായിട്ട് കുറയുമ്പോൾ ഇനിയും കുറയ്ക്കുമ്പോൾ ഒരു കൺജസ്റ്റഡ് മാതിരി തോന്നും നമുക്ക് കണ്ടാൽ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഹൈറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടി കാണാൻ പറ്റും. അപ്പോൾ അതിൽ കുഴപ്പമില്ലേ? ഓക്കെ, അതേമാതിരി ഇതിൻ്റെയും കുറച്ച് കൊടുക്കുക. ഈ എക്സാമിന് ചിലപ്പോൾ പേരെല്ലാം അടിക്കേണ്ടി വരില്ല, ഇതടിച്ചാൽ മതിയായിരിക്കും. രജിസ്റ്റർ നമ്പർ പേരടിക്കാൻ പാടില്ലല്ലോ, അപ്പോൾ രജിസ്റ്റർ നമ്പർ അടിച്ചാൽ മതിയായിരിക്കും. ഇതിൽ ഇനിയും കുറയ്ക്കാൻ പറ്റും. ഇവിടെയൊക്കെ സ്പേസ് ഒക്കെ ഉണ്ടാ കുറേ ഉണ്ട്, അങ്ങനെ സ്പേസ് വരാൻ പാടില്ല. അപ്പോൾ മാക്സിമം ചെറുതാക്കി ചെയ്യാൻ നോക്കുക, അത്രയാണല്ലോ. പിന്നെ ഇനി ഗർബർ ഫയലിനാണെങ്കിൽ ഔട്ട്പുട്ടിൽ പോവുക, എക്സ്പോർട്ട് ഗ്രാഫിക്സ് അല്ല, എക്സ്പോർട്ട് അല്ല, ജനറേറ്റ് ഗർബർ ഫയൽ. ഇവിടെ പ്രീ ചെക്കിൽ യെസ് കൊടുക്കുക. ഇവിടെ പാസ് എന്ന് വരും. പാസ്സായ ഞാൻ ക്ലോസ് അടിക്കുക. ഇവിടെയാണ് ചെയ്യേണ്ട. ഇവിടെ ടോപ്പ് കോപ്പർ വേണം, ബോട്ടം കോപ്പർ വേണം, ടോപ്പ് സിൽക്കും വേണം, ബോട്ടം സിൽക്ക്. ഇത് നമ്മൾ അടിക്കേണ്ടത് ബോർഡിലല്ല, ടോപ്പ് സിൽക്കായിട്ട് അടിക്കേണ്ടത്. റൈറ്റ് ക്ലിക്ക് ചേഞ്ച് ലെയർ, അവിടെ ടോപ്പ് സിൽക്ക്. അതേമാതിരി ഇതും റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ചേഞ്ച് ലെയർ, ടോപ്പ് സിൽക്ക്. ഓക്കെ,
ഇവിടെ ടോപ്പ് സിൽക്കും ബോട്ടം സിൽക്കിലൊന്നും എഴുതിയില്ല നമ്മള്. അത് കാരണം വെക്കേണ്ട ആവശ്യമില്ല, വെച്ചോന്നാലും. ടോപ്പ് റെസിസ്റ്റൻസ് ഒന്നും വേണ്ട. പിന്നെ ഡ്രില്ല് വെച്ചോ. ഡ്രില്ല് എന്ന് പറഞ്ഞാൽ ഇതാണ്, ആ ഹോൾ അടിക്കണ സാധനം. വേറെ ഒന്നും വേണമെന്നില്ല. എന്നിട്ട് ഇവിടെ പോയിട്ട് ഔട്ട്പുട്ട് ആസ് എ സിംഗിൾ സിപ്പ് ഫയല്, ഇതെവിടെയാണ് സേവ് ചെയ്ത ആ ലൊക്കേഷൻ കൊടുക്കുക, ഫയലിന്റെ പേര് കൊടുക്കുക. നീ ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇതിൽ വന്ന് എടുക്കണ്ടാവും. വന്നിട്ടുണ്ട്. ഇതാണ് ഫയല്. ഇതാണ് ഫയല്. ഇത് ഓൺലൈനിലിട്ട് കാണിക്കാൻ പറ്റും. അതിന്റെ ആവശ്യമൊന്നും വരില്ല. ജസ്റ്റ് ഗർഭറിനാകാനല്ല പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇത് ഇത്ര മതിയാവും, അത്രന്നെ ഉള്ളൂ. ഇത് മാക്സിമം ചെറുതാക്കി ഉണ്ടാക്കാൻ നോക്കിയാൽ മതി. ബാക്കിയൊക്കെ സീനില്ലേ.